ശബരിമല മിൽമ നെയ്യ് ക്രമക്കേടിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. SIT തലവൻ SP MJ സോജൻ നേരിട്ട് ഹാജരായാണ് റിപ്പോർട്ട് നൽകിയത്. സ്വമേധയാ ഹർജിയിൽ ഹൈക്കോടതി വൈകിട്ടോടെ ഇടക്കാല ഉത്തരവ് പുറത്തിറക്കും. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, സംഘത്തലവൻ, അന്വേഷണ സംഘത്തലവൻ നേരിട്ട് ഹാജരായാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. ശബരിമലയിലെ മിൽമ നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം കേസ് എടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഈ അന്വേഷണം 1 മാസത്തിനകം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. SP MJ സോജൻ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ പുരോഗതി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ടോടെ ഇടക്കാല ഉത്തരവ് പുറത്തുവരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ഓഡിയോ മ്യൂട്ട് ചെയ്തതിനു ശേഷമാണ് ഹൈക്കോടതി പൂർത്തീകരിച്ചത്. എന്തായാലും നേരത്തെ ഹൈക്കോടതി അതിനിശ്ചിതമായിട്ടുള്ള ഭാഷയിലാണ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതായത് ഈ ടെൻഡർ അടക്കം ഒഴിവാക്കിക്കൊണ്ട് 510 രൂപ ലിറ്ററിന് കണക്കാക്കിക്കൊണ്ടാണ് മിൽമ നെയ്യ് വാങ്ങുന്നത്. അതിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടും തിരിമറികളും ഉണ്ടായിട്ടുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലൂടെ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിജിലൻസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഉത്തരവിലേക്ക് ഹൈക്കോടതി കടന്നത്. എന്തായാലും നിലവിലെ അന്വേഷണം ഏത് വിധത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ MJ സോജൻ ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ അവതരിപ്പിച്ചത്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഹൈക്കോടതിക്ക് പറയാനുണ്ടെങ്കിൽ അത് ഇടക്കാല ഉത്തരവിൽ ഉണ്ടാകും. സുരേഷ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.